നമസ്കാരം. ഇന്ന് ഡിസംബർ 5 മഹർഷി അരവിന്ദന്റെ മഹാസമാധി ദിനമാണ്. ഈ ദിവസത്തിൽ അരവിന്ദ ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ കൂടെയുള്ളത് കേസരിയുടെ മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു അവർകളാണ്. അദ്ദേഹം ഒരു കവി എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ഹ്രസ്വ സിനിമകളുടെ സംവിധായകൻ എന്ന നിലയിലും ഇതിനകം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല, സ്വാമി വിവേകാനന്ദൻ്റെയും മഹർഷി അരവിന്ദൻ്റെയും ദർശനത്തെ അടിസ്ഥാനമാക്കി ദേശീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിനാണ് അദ്ദേഹത്തിന് കേരള സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. ഈ ദിനത്തിൽ അരവിന്ദ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിശ്വസംവാദ കേന്ദ്രത്തിൻ്റെ ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. നമുക്ക് മധുവേട്ടനിൽ തന്നെ തുടങ്ങാം. താങ്കളുടെ ഗവേഷണ വിഷയം മഹർഷി അരവിന്ദൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും വിദ്യാഭ്യാസ ദർശനം, അതിനെ അടിസ്ഥാനമാക്കിയാണല്ലോ. ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുള്ള പ്രേരണ എന്തായിരുന്നു? വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിൽ ഇത്തരമൊരു താരതമ്യ പഠനം ഇതിനു മുമ്പ് നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള എൻ്റെ പ്രചോദനം. എന്ന് മാത്രമല്ല, സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാള ഭാഷയിൽ അരവിന്ദ ദർശനം വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അരവിന്ദ ദർശനം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അരവിന്ദന്റെ വിദ്യാഭ്യാസ ദർശനം തീരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അരവിന്ദന്റെയും സ്വാമി വിവേകാനന്ദന്റെയും കാഴ്ചപ്പാടുകളും അവരുടെ ജീവിത കാലഘട്ടവും അവരുടെ ദർശനങ്ങളും തമ്മിൽ സമാനതകളേറെയുണ്ട്. വിവേകാനന്ദനെ ധാരാളം നമ്മൾ ചർച്ച ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിലും അരവിന്ദന്റെ കാഴ്ചപ്പാടുകൾ മലയാളത്തിൽ വേണ്ടത്ര ആഴത്തിലുള്ള പഠനങ്ങളോ ഗവേഷണങ്ങളോ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. അതിന്റെ കാരണം ഒന്ന്, അരവിന്ദന്റെ ഭാഷ അല്പം ക്ലിഷ്ടമാണ് എന്നുള്ളതാണ്. അരവിന്ദന്റെ ഇംഗ്ലീഷ് ഫ്രഞ്ച് കലർന്ന ഇംഗ്ലീഷാണ്. എനിക്ക് തോന്നുന്നു അതൊരു ക്ലാസിക്കൽ ലാംഗ്വേജ് കൂടെയാണ്. ഒരു സെന്റൻസ് തന്നെ നമുക്കൊരു പാരഗ്രാഫ് വരുന്ന സെന്റൻസ് ഒക്കെയാണ്. മാത്രമല്ല, ഇപ്പോൾ 10 വോളിയം കൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ സമഗ്ര സാഹിത്യം കഴിയും. അതേസമയം അരവിന്ദൻ്റേത് 30 വോളിയാണ്, അതും കടുകട്ടിയായ ഇംഗ്ലീഷ്. അതുകൊണ്ട് കൂടെ ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിൽ ഇത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. വലിയ സാധ്യതയുള്ള സമാനതകളാണ് ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗവേഷണ മേഖല ഈ രണ്ട് വ്യക്തികളുടെയും വിദ്യാഭ്യാസ ദർശനം എന്നതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് 18-19 നൂറ്റാണ്ടിലൊക്കെ ഭാരതത്തിൽ നിന്നുള്ള പല പ്രമുഖ വ്യക്തികളും ഇംഗ്ലണ്ടിൽ പോയിട്ടാണ് വിദ്യാഭ്യാസം നേടിയത്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പല മഹാന്മാരും അവിടെ പോയി പഠിച്ചു, ഇവിടെ വന്നു. അങ്ങനെ നിരവധി ആളുകൾ. ആ കൂട്ടത്തിൽ അരവിന്ദ ഘോഷ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സ്വാതന്ത്ര്യ സമര കാലത്ത് അരവിന്ദ ഘോഷിനെ വ്യത്യസ്തനാക്കിയ സംഗതി എന്തായിരുന്നു? ഭാരതത്തിന്റെ തനതായ വിദ്യാഭ്യാസത്തെ മുച്ചൂട് കുടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ അവരുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുന്നത്. മെക്കാളയുടെ മിനിറ്റ്സ് ഇവിടെ അവതരിപ്പിക്കുന്നതിന് 8 മാസമോ 9 മാസമോ മുന്നെയാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണ പരമഹംസർ പൂജാതരാണ്. ആ കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത, പരമ്പരാഗതമായ ഭാരതീയ വിദ്യാഭ്യാസം അതിൻ്റെ തകർച്ചയുടെ ആഴങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ അത് ആംഗലേയ വിദ്യാഭ്യാസമാണ്. ഭാരതത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതി ആംഗലേയ വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു. അപ്പോൾ സാമ്പത്തിക ശേഷി ഉള്ളവരെല്ലാം അന്നത്തെ കാലത്ത് ആംഗലേയ വിദ്യാഭ്യാസം നിർവഹിക്കാനാണ് ശ്രമിച്ചത്. ആംഗലേയ വിദ്യാഭ്യാസത്തിലൂടെ ആംഗലേയ സംസ്കാരമാണ് ഇവിടേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടത്.
അപ്പം അരവിന്ദ ഘോഷിന്റെ പിതാവും മാതാവും തങ്ങളുടെ മകനെ തികച്ചും പാശ്ചാത്യ സംസ്കാരത്തിൽ വളർത്തണം, ഭാരതീയ ഭാഷകൾ പോലും അവർക്ക് അന്യമാവണം എന്നുള്ളത് കൊണ്ട് ഡാർജിലിംഗിലുള്ള ഒരു കോൺവെന്റ് സ്കൂളിൽ അയച്ചിട്ടാണ് തികച്ചും ഇംഗ്ലീഷ് പശ്ചാത്തലത്തിൽ അവരുടെ 3 മക്കളെ, അരവിന്ദനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ 2 സഹോദരന്മാരെയും കൂടി ഈ ഡാർജിലിംഗ് സ്കൂളിലേക്ക് അയച്ചു. പിന്നീട് ഒരുപക്ഷെ മറ്റു പലർക്കും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആംഗലേയ വിദ്യാലയങ്ങളിൽ ഭാരതത്തിൽ പഠിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ സ്വാമി വിവേകാനന്ദനാണെങ്കിൽ പോലും പഠിച്ചത് കൽക്കത്തയിലുള്ള ആംഗലേയ വിദ്യാഭ്യാസമാണ് അദ്ദേഹം ആർജിച്ചതെങ്കിലും അത് ഭാരതത്തിന്റെ പശ്ചാത്തലം. പക്ഷെ അരവിന്ദൻ അങ്ങനെയല്ല. അരവിന്ദൻ ഡാർജിലിംഗിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് കൃഷ്ണധൻ ഘോഷ് തന്റെ മകൻ ഒരു കാരണവശാലും ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളരുത് എന്ന് ചിന്തിച്ചിട്ടാണ് അങ്ങനെ അയച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു ഭാരതീയ സംസ്കാരം അന്യമായി ഇംഗ്ലണ്ടില് പാശ്ചാത്യ സാഹചര്യത്തിലാണ് അരവിന്ദ ഘോഷ് പഠിച്ചത്. പക്ഷെ ഒരു സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവ് ബംഗാൾ ദിനപത്രങ്ങൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിരുന്നു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തില് വലിയ ഇന്ധനമായി മാറിയ അക്ഷര സാന്നിധ്യമായിരുന്നു ബംഗാളി എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ബംഗാൾ ദിനപത്രങ്ങളിലൂടെയാണ് സത്യത്തിൽ ഭാരതത്തിന്റെ പാരതന്ത്ര്യത്തെക്കുറിച്ചും ഭാരതീയ ജനനടന്ന പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ അരവിന്ദൻ അറിയുന്നത്. ഭാരതീയ ഭാഷകൾ അന്യമായിരുന്നു. തികച്ചും ഒരു ആംഗലേയ വിദ്യാർത്ഥിയായി, ഒരു ആംഗലേയ മനുഷ്യനായി അരവിന്ദൻ മാറി എന്നുള്ളതാണ്. അപ്പം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായ ഒട്ടുമിക്ക ആൾക്കാരും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പ്രൊഡക്റ്റ് തന്നെയായിരുന്നു, ഉൽപ്പന്നം തന്നെയായിരുന്നു. പക്ഷെ അരവിന്ദനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അരവിന്ദൻ തികച്ചും പാശ്ചാത്യനായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ബാല്യകാലം മുതലേ ആംഗലേയ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിൽ തന്നെ പഠിച്ചു എന്നുള്ളതാണ്. അതൊരു സവിശേഷതയായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ ഈ പിൽക്കാലത്ത് ഇംഗ്ലണ്ടിൽ വിദ്യാഭ്യാസത്തിന് പോയ നെഹ്റു അടക്കമുള്ള ആൾക്കാർ പാശ്ചാത്യ സംസ്കാരത്തെ കെട്ടിപ്പുണരുന്നതാണ് നമ്മൾ കണ്ടത്. ഭാരതീയ സംസ്കാരത്തിന് അവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കാണാനില്ല. നേരെ മറിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൽ പൂർണ്ണമായി മുഴുകിയ അതേ വ്യക്തിയാണ് തിരിച്ച് ഭാരതത്തിൽ വന്നിട്ട് ഭാരതീയ ജീവിതശൈലി സ്വീകരിക്കുന്നു, ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നു, വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും പഠിച്ച് അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം ചമയ്ക്കുന്നു. ആ ഒരു തലത്തിലേക്ക് ഉയർന്നത്, ആ ഒരു മാറ്റം വളരെ മൗലികമല്ലേ? നിശ്ചയമായിട്ടും. ഇപ്പോൾ നെഹ്റുവിനെയും അരവിന്ദനെയും തമ്മിൽ നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അതൊരു ജീനിന്റെ സവിശേഷതയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ അരവിന്ദൻ പാശ്ചാത്യ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോഴും ഞാൻ പറഞ്ഞു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര തീഷ്ണത അദ്ദേഹം ബംഗാൾ ദിനപത്രങ്ങളിലൂടെ ഭാഗികമായി അറിഞ്ഞു എന്ന് മാത്രമല്ല, 19ഓ 20ഓ വയസ്സുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഭാരതീയമായ ചില ഉൾവിളികൾ ഉണ്ടായി. ചില സാഹിത്യങ്ങളൊക്കെ ആംഗലേയ സാഹിത്യത്തിൽ ആത്മൻ എന്ന പദം അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നാണ് വായിച്ച് മനസ്സിലാക്കുന്നത്, ആത്മൻ എന്ന പദം. അതേപോലെ തന്നെ ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരല്പം തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഭാരതീയ സംഘടന ഉണ്ടായിരുന്നു. അരവിന്ദൻ ചെന്ന് ചേർന്ന് അതിലാണ്. അപ്പോൾ ഒരു ജന്മഗുണം ഒരുപക്ഷെ നെഹ്റുവിന് ഇല്ലാത്തതും അരവിന്ദൻ ഉള്ളതുമായ ഞാൻ ഈ പറഞ്ഞ ഒരു ജീനിന്റെ സവിശേഷത അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന് പറയുന്ന ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് ആഭിമുഖ്യമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയിൽ അദ്ദേഹം ചേരുകയും തിരിച്ച് 20-22 വയസ്സോട്ടുള്ളപ്പോൾ അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഇപ്പൊ ICS പരീക്ഷ, ഇന്നത്തെ നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷയാണത്, ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസിലേക്ക് കടന്ന് ചെന്ന ഉന്നതമായ നിലയിൽ വിഹരിക്കാമായിരുന്നിട്ട് പോലും അദ്ദേഹം ബോധപൂർവം അത് നിഷേധിക്കുകയാണ്. അപ്പൊ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹത്തിൽ ദേശീയ ബോധം അങ്കൂരിച്ചിരുന്നു എന്നുള്ളതാണ്. ഭാരതത്തിൽ തിരിച്ചു വന്നിട്ട് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ അധികം കാലം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം, പരമാവധി 10 വർഷമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലും രാഷ്ട്രീയത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നത്. അതിനിടയില് വന്ദേമാതരം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം ആരംഭിക്കുകയാണ്. ആ പ്രസിദ്ധീകരണത്തിന്റെ പേര് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, വന്ദേമാതരം. കാരണം
ഒന്ന് ബംഗാളിന്റെ ഒരു സ്വാതന്ത്ര്യ സമര പശ്ചാത്തലമുണ്ട്. വന്ദേമാതരം പോലെയുള്ള ആ ഒരു ഗാനം ഉണ്ടായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലെയുള്ള അതിതീവ്ര ദേശീയതയുടെ ആ ഗാനം, അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പത്രം ആരംഭിക്കുന്നത്. അപ്പൊ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും ഈ ദേശീയ വികാരം അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് സംക്രമിക്കുകയും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് അദ്ദേഹം, പ്രത്യേകിച്ച് വിപ്ലവകാരികളുടെ വഴിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ലോട്ടസ് ആൻഡ് ഡാഗർ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ചേരുന്നതും. തിരിച്ചു വന്നിട്ടാണെങ്കിലും അദ്ദേഹം വിപ്ലവകാരികളുടെ വഴിയാണ് സ്വീകരിച്ചത്. യാചിച്ചു വാങ്ങേണ്ടതല്ല സ്വാതന്ത്ര്യം, പൊരുതി നേടേണ്ടതാണ് എന്ന അഭിപ്രായക്കാരനായിരുന്നു അരവിന്ദ ഘോഷ്. പിന്നീട് അദ്ദേഹം സന്യാസിയായി മാറിയെങ്കിലും, ഒരു യോഗിയായി, സന്യാസി എന്ന് പറയാൻ പറ്റില്ല, ഒരു യോഗിയായി മാറിയെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം നോക്കുമ്പോൾ അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു വിപ്ലവകാരിയായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹം ICS വേണ്ടെന്ന് വെച്ചു, ഭാരതത്തിലേക്ക് വന്നു. നേരെ അദ്ദേഹം പോകുന്നത് പിന്നെ ബറോഡ നാട്ടുരാജ്യത്ത്, ബറോഡ നാട്ടുരാജാവിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിട്ട് ചേരുന്നു. അവിടെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ബറോഡ കോളേജിൽ പഠിപ്പിക്കുന്നു. പക്ഷെ ആ ഒരു 10-13 വർഷക്കാലം അദ്ദേഹം ഭാരതത്തിൻ്റെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മാത്രമല്ല ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് നമ്മൾ പറയുക സ്വാധ്യായം. അതായത് അദ്ദേഹത്തിന് എന്തൊക്കെയാണോ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിലൂടെ നഷ്ടപ്പെട്ടത്, ഉദാഹരണത്തിന് ഭാരതീയ ഭാഷകളുടെ പഠനം, പിന്നെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതെല്ലാം പഠിക്കുക, സംസ്കൃതം പഠിക്കുക, സംസ്കൃതത്തിലൂടെ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കുക, അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ ആ ഒരു കാലം, അതേ സമയത്ത് തന്നെ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ, ശരിക്കും അദ്ദേഹം പറഞ്ഞത് അൺനാഷണൽ കോൺഗ്രസ് എന്നാണ്. കാരണം ദേശീയത ഒട്ടുമില്ലാത്ത ഒരു കോൺഗ്രസ്സിന് മുന്നിൽ സ്വാതന്ത്ര്യം എന്നുള്ള ലക്ഷ്യം പോലുമില്ല. വർഷത്തിലൊരിക്കൽ ഒരു സമ്മേളനം നടത്തുന്നു, ഒരു പ്രമേയം പാസ്സാക്കുന്നു, ഒരു നിവേദനം കൊടുക്കുന്നു, അതിലപ്പുറം ഒരു പരിപാടി. അപ്പോൾ ആ കോൺഗ്രസ്സിനെതിരായിട്ട് കോൺഗ്രസ് എന്ത് നയം സ്വീകരിക്കണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പിന്നെ ഇന്ദുപ്രകാശിൽ ലേഖന പരമ്പര എഴുതി. പക്ഷെ അതൊരു 7 ലക്കങ്ങൾ എഴുതിയപ്പോൾ തന്നെ പത്രാധിപർക്ക് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്ന് ഭീഷണി ഉണ്ടായി, നിർത്തേണ്ടി വന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് അദ്ദേഹം പിന്നീട് ഈ നേരത്തെ പറഞ്ഞ വിപ്ലവ പ്രസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദികളിലൊക്കെ അദ്ദേഹം തിലകനോടൊപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 വർഷം കഴിഞ്ഞു. 5 വർഷമാണ് അദ്ദേഹം ഏറ്റവും കാര്യമായിട്ട് പ്രവർത്തിച്ചപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തെ ആലിപ്പൂർ ബോംബ് കേസ് കൊടുക്കുന്നു, ജയിലിലടയ്ക്കുന്നു. ആ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു യോഗിയായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വീണ്ടും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തടവിലിടും എന്നുള്ള സാഹചര്യം വന്നപ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹം പോണ്ടിച്ചേരിയിലേക്ക് വരികയും ആ തപസ് തുടരുകയാണ് പിന്നെ. അപ്പോൾ കുറഞ്ഞൊരു കാലത്താണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളെങ്കിലും ആ ഒരു കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സംഭാവന എന്താണെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം ഒരു ഔദ്യോഗിക ജീവിതം അരവിന്ദന്റെ ശരിക്കും ബറോഡ രാജാവിന്റെ കീഴിലാണ്. അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ബറോഡ രാജാവിന്റെ കീഴിൽ അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം അവിടെ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി കൂടെ ചേരുകയാണ്. ആ സമയത്താണ് സത്യത്തിൽ അരവിന്ദന്റെ വിദ്യാഭ്യാസ ദർശനം രൂപപ്പെടുന്ന ആ സമയത്താണ്. കാരണം ബറോഡ സർവകലാശാലയിൽ അദ്ദേഹം അധ്യാപകനായി പ്രവർത്തിക്കുന്ന സമയത്താണ് നമ്മളുടെ നിലവിലുള്ള വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് തികച്ചും പാശ്ചാത്യ വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഭാരതീയമായ പരമ്പരാഗത വിദ്യാഭ്യാസ പദ്ധതിയുടെ അഭാവം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പോലും പാശ്ചാത്യവൽക്കരിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ആശയം ആദ്യം വയ്ക്കുന്ന സ്വാമി വിവേകാനന്ദൻ. ആധുനിക കാലഘട്ടത്തിൽ ഈ ആശയം ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന സ്വാമി വിവേകാനന്ദൻ. കാരണം സ്വാമി വിവേകാനന്ദനും അരവിന്ദനും തമ്മിൽ 9 വയസ്സിന്റെ വ്യത്യാസമാണ്. സ്വാമി വിവേകാനന്ദൻ ജനിച്ച് 9 വർഷം കഴിഞ്ഞിട്ടാണ് അരവിന്ദൻ ജനിക്കുന്നത്. ഇപ്പൊ 18ാം നൂറ്റാണ്ടിന്റെ അവസാനം, 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം. ഇവര് സമാന കാലഘട്ടത്തിലുള്ളവരും ഒരു പരിധി വരെ പറഞ്ഞാൽ സമസ്കന്ധരുമായിരുന്നു. അതില് സ്വാമിജിയിൽ നിന്നും വിവേകാനന്ദനിൽ നിന്നും ഭാരതം ഉൾക്കൊണ്ട ഒരു ആശയമാണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ മുന്നുപാധിയാണ് ദേശീയ വിദ്യാഭ്യാസം എന്നുള്ളത്. ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസം അനിവാര്യമാണ് എന്ന് അരവിന്ദന് ബോധ്യപ്പെടുന്ന ഈ ബറോഡ അധ്യാപന ജീവിത കാലഘട്ടത്തിലാണ്. അപ്പൊ അതനുസരിച്ച് വിദ്യാഭ്യാസ പദ്ധതി വേണം എന്ന് അരവിന്ദൻ മനസ്സിൽ തയ്യാറായി. അതിനുള്ള ചിന്ത അന്നേ ആരംഭിച്ചിരുന്നു. ഇപ്പൊ മാഷ് പറഞ്ഞതുപോലെ അരവിന്ദ മഹർഷിയായി മാറുന്നത്, അരവിന്ദ ഘോഷ് അരവിന്ദ മഹർഷിയായി മാറുന്നത് ഈ ആലിപ്പൂർ ബോംബ് കേസിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരു വർഷമാണ്.
അപ്പം സംസ്കൃതത്തോടുള്ള ആഭിമുഖ്യം, ഭാരതീയ ഭാഷയോടുള്ള ആഭിമുഖ്യം ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്കുരിച്ചിരുന്നുവെങ്കിലും ബാല്യകാലം അല്ലെങ്കിൽ കൗമാരകാലം പൂർണ്ണമായും ആംഗലേയ ജീവിത ശൈലിയിലായതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ വേരോടിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ആഴത്തിലുള്ള വേരോട്ടം ഉണ്ടാക്കാൻ ഒരു വർഷത്തെ വിദ്യാഭ്യാസ സാധനയെന്നോ അല്ലെങ്കിൽ സ്വാധ്യായ സാധന, നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാം. അരവിന്ദന്റെ സ്വാധ്യായ, ഇപ്പൊ മാഷ് ഉപയോഗിച്ച പദം തന്നെ സ്വാധ്യായ സാധന ആലിപ്പൂർ ജയിലിൽ കിടന്നിട്ടാണ്. ആ സമയത്താണ് ഇദ്ദേഹം സംസ്കൃതത്തിൽ ആഴത്തിലുള്ള പരിജ്ഞാനം നേടുന്നത്. ഒന്ന്, അരവിന്ദൻ ഒരു മഹാപ്രതിഭയായിരുന്നതുകൊണ്ട്. ഇപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതം ത്തിലൊരു പണ്ഡിതനായി തീരണമെന്നുണ്ടെങ്കിൽ എത്രയോ വർഷത്തെ വിദ്യാഭ്യാസം വേണം. പക്ഷെ അരവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു ബുദ്ധി, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട ഒരു മനസ്സ് കേവലം ഒരു വർഷം കൊണ്ട് സംസ്കൃതത്തിൽ പ്രകാണ്ഡ പാണ്ഡിത്യത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. അതൊരു പൃഥ്വിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ആലിപ്പൂർ വെച്ച് സംഭവിച്ചത്. ആലിപ്പൂർ ജയിലിൽ നിന്നും അദ്ദേഹം പുറത്തു വരുമ്പോൾ നമുക്കറിയാം ചിത്തരഞ്ജൻ ദാസ് ആണ് അദ്ദേഹത്തിന്റെ കേസ് വാദിച്ചത്. ചിത്തരഞ്ജൻ ദാസ് ആലിപ്പൂർ ബോംബ് കേസിൽ അരവിന്ദൻ നിരപരാധിയാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കോടതിയിൽ നടത്തിയ ഒരു വാദം ലോകപ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചിത്തരഞ്ജൻ ദാസ് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ ആരാണ് എന്ന് നാളെ കാലം കണ്ടെത്തുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ അസ്ഥികൾ ദ്രവിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയ ചലനങ്ങൾ, അതിന്റെ തുടർചലനങ്ങൾ ലോകത്തെ ഗ്രസിക്കും എന്നൊക്കെ പറഞ്ഞ ഉജ്ജ്വലമായ പ്രസംഗമാണ് ചിത്തരഞ്ജൻ ദാസിന്റെ. അപ്പം അരവിന്ദൻ ആരെ എന്ന് അക്കാലത്ത് മനസ്സിലാക്കിയ അപൂർവം വ്യക്തികളുള്ള ഒരാളായിരുന്നു ചിത്തരഞ്ജൻ ദാസ്, അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ. എന്താണെങ്കിലും അദ്ദേഹം ഈ വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് പ്രത്യക്ഷ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്. അരവിന്ദനും വിവേകാനന്ദനും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. സ്വാമി വിവേകാനന്ദൻ ഭാരത സ്വാതന്ത്ര്യ സമരത്തിന്റെ അസ്ഥിവാരം ഉറപ്പിക്കുന്ന ആശയ അടിത്തറ ഉണ്ടാക്കി എന്നുള്ള സത്യമാണെങ്കിലും പ്രത്യക്ഷ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. നാം ഇന്ന് കാണുന്ന ദേശീയവാദത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും ആധുനിക കാല പ്രവാചകൻ എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ആ ദേശീയവാദത്തിന്റെയും ദേശീയ ബോധത്തിന്റെയും ഒരു പൂർണ്ണ ആവിഷ്കാരമായിരുന്നു അരവിന്ദൻ എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇവിടെ ഒരു ആദാന പ്രദാനം നടന്നിട്ടുണ്ട്. ഇന്ന് ആധുനിക കാലത്ത് ദേശീയവാദത്തിന്റെ മൂർത്തരൂപമായ രാഷ്ട്രീയ സ്വയം സേവക സംഘം, അതിന്റെ സൈദ്ധാന്തിക ഭൂമിക ഉരുത്തിരിയുന്നത് ഈ സ്വാമി വിവേകാനന്ദന്റെയും അരവിന്ദന്റെയും ദേശീയവാദ ദർശനങ്ങളിൽ നിന്നാണെന്നുള്ളതാണ് സത്യം. അവരുടെ സിദ്ധാന്തങ്ങളുടെ പ്രായോഗിക രൂപം, അരവിന്ദന്റെ വിദ്യാഭ്യാസ ദർശനം കുറച്ചുകൂടെ സമഗ്രമാണ്. അപ്പൊ അതില് ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്, ഈ 4 ഘടകങ്ങളെയും സ്പർശിക്കുന്ന വിദ്യാഭ്യാസം വേണമെന്ന് ഭാരത ചരിത്രത്തിൽ ആധുനിക കാലത്ത് ആദ്യം പറഞ്ഞ അരവിന്ദനാണ്. സത്യത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയുടെ പ്രാണൻ എന്ന് പറയുന്നത് ഈ 4 ഘടകങ്ങളാണ്. അപ്പൊ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ദൈനംദിന ശാഖ എന്ന് പറയുന്നത് അനൗപചാരിക വിദ്യാഭ്യാസമാണ്. ഈ അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ ആശയ അടിത്തറ കാണുന്നത് അരവിന്ദ ദർശനത്തിലാണ്. അതാ ഒരു അത്ഭുതകരമായ സാധർമ്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പം എന്താണെങ്കിലും അദ്ദേഹം ആലിപ്പൂർ ജയിലിൽ നിന്നും വിമുക്തനായി അദ്ദേഹം നിരപരാധിയാണ് എന്ന് ബോധ്യമായി പുറത്ത് വന്നതിന് ശേഷം അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഒരു യോഗിയായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പിന്നീട് മനസ്സിലായി, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാനില്ല എന്ന ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായി. ചിലരൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം ഇവിടെ പോണ്ടിച്ചേരിയിലേക്ക് പോയത് ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. കാരണം അവിടെ ഫ്രഞ്ച് അധീന പ്രദേശമാണ്. ഫ്രാൻസിന്റെ അധീന പ്രദേശത്ത് ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ചെലുത്താൻ പറ്റില്ല, അങ്ങനെ ഒരു സുരക്ഷിത താവളം തേടി പോയതാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല. കാരണം ഒരു സാധകന്റെ ഏകാന്തതയ്ക്ക് പറ്റിയത് അന്നത്തെ കാലത്ത് ഒന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളെന്നുള്ളതിലേക്ക് ആ ഒരു ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ അദ്ദേഹം ഫ്രഞ്ച് അധീന പ്രദേശമായ ഈ പോണ്ടിച്ചേരിയിലേക്ക് പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അവിടെ എത്തി ഏകാന്ത സാധന ആരംഭിക്കുന്നതിന് മുന്നേ അതൊരു അത്ഭുത ജീവിതമാണ്. 78 വയസ്സ് വരെയാണ് അരവിന്ദൻ ഭൂമിയിൽ ജീവിച്ചത്. അപ്പൊ അതിലെ 40 വർഷക്കാലം ഏകാന്ത സാധനയായിരുന്നു. പോണ്ടിച്ചേരിയില് അദ്ദേഹം ഏകാന്ത സാധനയായിരുന്നു 40 വർഷക്കാലം. ആ 40 വർഷത്തിന്റെ ഏകാന്ത സാധനയില് നല്ലൊരു ശതമാനം മൗനമായിരുന്നു. അത്ഭുതമാണ്. ആ മൗനത്തിന്റെ തീവ്രതയുടെ ഇടനിലങ്ങളിൽ അദ്ദേഹം എഴുതിയ അക്ഷരങ്ങളാണ് ഈ 30 വോളിയമായി നമുക്ക് ലഭിച്ചത്. അല്ലെങ്കിൽ അപൂർവം ചില പ്രസംഗങ്ങൾ അദ്ദേഹം പ്രസംഗിച്ച വളരെ കുറച്ചാണ്.
അപ്പം അദ്ദേഹം നടത്തിയ അക്ഷരോപാസനയാണ് പിന്നീട് സാഹിത്യമായി നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ പോണ്ടിച്ചേരിയിലെ ഏകാന്ത യോഗ സാധനയ്ക്ക് പിൻവലിയുന്നതിന് മുന്നേ, പിൻവലിയ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, പിൻവലിയുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു ഭാരതം അചിരേണ സ്വതന്ത്രമാകും. എന്നുവെച്ചാൽ തന്റെ സാന്നിധ്യം ഇല്ലെങ്കിലും തന്റെ വിപ്ലവ പ്രവർത്തനം ഇല്ലെങ്കിലും ഭാരതം സ്വതന്ത്രമാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ സ്വാതന്ത്ര്യം കൊണ്ട് ഭാരതം എന്തു ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക എത്രത്തോളം അർത്ഥവത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2014 വരെ ഉള്ള ഭാരതത്തിന്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ പരിവർത്തനവും അരവിന്ദന്റെ ആശങ്ക ഈ 2014 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആശങ്കയായിരുന്നു. അവരല്പം രാഷ്ട്രീയം അതിനകത്ത് പറഞ്ഞാൽ ഈ 2014 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ആശങ്കയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്താണെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് ഒരു യോഗിക് ലൈഫിലേക്ക് അരവിന്ദൻ പോകുന്നത് ഈ പോണ്ടിച്ചേരിയിലെ ജീവിത കാലഘട്ടം 40 വർഷമാണ്. ആ 40 വർഷം മൗനത്തിലൂടെ അദ്ദേഹം നടത്തിയ സംവാദങ്ങൾ, ഇപ്പം നമ്മള് സാധാരണ ഗുരുസങ്കല്പത്തിൽ പറയുന്ന പോലെ ചിത്രം പടതരോർ മൂലെ വൃദ്ധാശിഷ്യ ഗുരു യുവ ഗുരുസ്തു മൗന വ്യാഖ്യാനം ശിഷ്യസ്തു ചിഹ്ന സംശയ മീറാദീതിയെ പോലെയുള്ള പാശ്ചാത്യ ശിഷ്യ അദ്ദേഹത്തിന്റെ മൗനത്തിന്റെ മുന്നിൽ നിന്നാണ് പഠിച്ചതെന്ന് പറയുന്നത്. വളരെ അപൂർവമായിട്ട് അദ്ദേഹം പലപ്പോഴും കത്തെഴുതി കൊടുത്തിട്ടാണ് ആശയവിനിമയം നടത്തിയത്. പക്ഷെ ഏകാന്തതയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എഴുതിയ എഴുത്തുകൾ ഈ രാഷ്ട്രത്തിന്റെ ദേശീയതയെക്കുറിച്ച്, ഇതിന്റെ സംസ്കാരത്തെക്കുറിച്ച്, ഇതിന്റെ മതത്തെക്കുറിച്ച് എത്ര ബൃഹത്തും മഹത്തുമായ രചനകളാണ് അദ്ദേഹം നടത്തിയത്. അപ്പൊ അതൊരു സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നില്ല, ഭാരതത്തിന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്ന അക്ഷരോപാസനയായിരുന്നു അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നടത്തിയത് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇന്നത്തെ ബംഗ്ലാദേശിന്റെ സ്ഥിതി അത്യന്തം ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണല്ലോ. ബംഗ്ലാദേശിലെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ അവിടുത്തെ മുസ്ലിം മതം മൗലികവാദികൾ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അരവിന്ദൻ്റെ കാഴ്ചപ്പാടിലെ 1947 സ്വാതന്ത്ര്യ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ഭാരതം വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞിരുന്ന ആ വിഭജനം എന്ന് പറഞ്ഞാൽ അന്ന് പാകിസ്ഥാനാണ്, പക്ഷേ ആ പാകിസ്ഥാൻ പിന്നീട് വിഭജിച്ച് ബംഗ്ലാദേശായിട്ട് മാറി. ആ ബംഗ്ലാദേശിലാണ് ഇന്ന് പ്രശ്നങ്ങൾ നടക്കുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിഭജനം പോയില്ലെങ്കിൽ ഭാരതം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കിടയും. അതിൻ്റെ തുടർച്ച തന്നെയല്ലേ ഇന്ന് ബംഗ്ലാദേശിൽ പ്രകടമാകുന്നത്. അതിനെന്താണ് പരിഹാരം? നിശ്ചയമായിട്ടും അരവിന്ദൻ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. മഹർഷി അരവിന്ദൻ എന്ന് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾക്ക് ഒരു പ്രവാചക സ്വരമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വിഭജനം പോയേ തീരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ വിഭജനം പൂർണ്ണമായും പോകുന്നതിന്റെ ലക്ഷണങ്ങളാണ്, ഒരു പ്രസവോദ്യുക്തമായ വേദനയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇപ്പോൾ കേൾക്കുന്ന നിലവിളി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് പഴയ ഭാരതമല്ല, ലോകത്തിലെ വൻ ശക്തി രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറിയ ഭാരതമാണ്. ശരിയാണ്, ബംഗ്ലാദേശില് രാഷ്ട്രം 47 വിഭജിക്കുമ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും രണ്ടായി വിഭജിക്കുമ്പോൾ ഒരുപക്ഷെ പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉണ്ടായതിനേക്കാളും തീവ്രമായ വംശഹത്യകൾ, ഹിന്ദു വംശഹത്യകൾ അരങ്ങേറിയത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലാണ്. കാരണം നവഖാലിയൊക്കെ സംഭവിക്കുന്നത് ഈ ബംഗ്ലാദേശിലാണ്. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ ദിനത്തില് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. നവഖാലിയിൽ കൊല്ലപ്പെട്ട ഹിന്ദുക്കളുടെ ഗ്രാമങ്ങളിലൂടെ ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഒരു ഗ്രാമങ്ങളെ, നവഖാലിയിലുള്ള ഗ്രാമങ്ങളെ ഒന്നടങ്കം ചുട്ടുകരിച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പം വിഭജനം എന്ന് പറയുന്നത് തന്നെ ശുദ്ധ അബദ്ധമായിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില 5 ലക്ഷത്തോളം നിരപരാധികളുടെ ചോരയായിരുന്നു. 5 ലക്ഷത്തോളം നിരപരാധികൾ. ഒരുപക്ഷെ ലോക ചരിത്രത്തില് ഇത്രയും വലിയൊരു കൂട്ടക്കുരുതി ഉണ്ടായിട്ടില്ല. ഇപ്പം നമുക്കറിയാം ഹിറ്റ്ലറുടെ കാലത്ത് ഹിറ്റ്ലർ ഹോളോകോസ്റ്റ് പോലെയുള്ള കൂട്ടക്കുരുതികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുസോളിനിയുടെ കാലത്ത്, അല്ലെങ്കിൽ പിന്നെ സ്റ്റാലിന്റെ കാലത്ത് സ്റ്റാലിൻ നടത്തിയ അത്രയും ഒരു കൂട്ടക്കുരുതി വേറെ ആരും നടത്തിയില്ല. പക്ഷെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് 5 ലക്ഷത്തോളം ആൾക്കാർ കൊല ചെയ്യപ്പെടുകയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം കടമുഴക്കി എറിയപ്പെടുകയും ചെയ്തു ഈ വിഭജനത്തിലൂടെ. നമുക്കറിയാം, വിഭജനത്തിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. വിഭജനം കൊണ്ട് ബംഗ്ലാദേശിൽ എന്ത് നേടി? ഈ ഷെയ്ഖ് ഹസീനയുടെ ഭരണം ഏതാണ്ട് 20 വർഷം നീണ്ടു നിൽക്കുന്ന ഭരണമായിരുന്നു ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപതി ആയിരുന്നു. ജനാധിപത്യപരമായിട്ടാണ് അവരെ തെരഞ്ഞെടുത്തതെങ്കിലും ഏകാധിപത്യ പ്രവണതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിനെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് ഒരു പടിയെങ്കിലും മുന്നോട്ട് കൊണ്ടുവന്ന ഷെയ്ഖ് ഹസീനയാണ്, നിഷേധിക്കാൻ പറ്റില്ല.
ഭാരതം വികസിച്ച് ലോകത്തിലെ വലിയ ശക്തിയായി മാറിയപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും എന്തായി മാറി? ഈ വിഭജനം അശാസ്ത്രീയമായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെ ഇപ്പൊ നമുക്കറിയാം. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡൊമിനിക് ലാപ്പിയറും ലാറി കോളിൻസും ചേർന്നെഴുതിയ ആ പുസ്തകത്തില് പറയുന്നുണ്ട്, കിഴക്കൻ ബംഗ്ലാദേശ്, അതായത് ഭാരതത്തിന്റെ പ്രിയപ്പെട്ട വങ്കദേശം, ആരൊക്കെ? രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച നാട്, മഹർഷി അരവിന്ദൻ ജനിച്ച നാട്, സ്വാമി വിവേകാനന്ദൻ ജനിച്ച നാട്, ചിത്രരഞ്ജൻ ദാസ് ജനിച്ച നാട്, ഗദാധരൻ ജനിച്ച അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസം ജനിച്ച നാട്. ഇങ്ങനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലും സാംസ്കാരിക ധാരയിലും വലിയ സംഭാവന ചെയ്ത വിപ്ലവകാരികളെല്ലാം ജനിച്ച മണ്ണായിരുന്നു ആ വങ്കദേശം. ആ വങ്കദേശത്തെയാണ് വെട്ടിമുറിച്ചത്. ആ വങ്കദേശത്തെ വെട്ടിമുറിക്കുമ്പോഴുള്ള ഒരു അശാസ്ത്രീയത എന്തായിരുന്നു? ഇന്ന് ഈ കിഴക്കൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ചണകൃഷി ഉണ്ടായിരുന്നത്. ഈ ചണകൃഷിയിലെ അതിനെ നൂല് നോക്കാനുള്ള ഫാക്ടറികൾ മുഴുവൻ ഭാരതത്തിലായിരുന്നു, കൽക്കത്തയിലായിരുന്നു. ഈ വിഭജനത്തിന്റെ അശാസ്ത്രീയതയാണ്. രണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പുകൾ നിക്ഷേപമുള്ളത് ഇന്നത്തെ ബംഗ്ലാദേശിലായിരുന്നു. അതിന്റെ സംസ്കരണ കേന്ദ്രങ്ങൾ മുഴുവൻ സ്വതന്ത്ര ഭാരതത്തിലായിരുന്നു. ഫലം എന്താണ്? ഈ അസംസ്കൃത വസ്തുക്കളും കൃഷിയും എല്ലാം ഉണ്ടായിട്ട് ലോകത്തിലെ നമ്പർ 1 തെണ്ടികളുടെ രാഷ്ട്രമായി മാറി ബംഗ്ലാദേശ്. അതല്ലേ സത്യം? ദരിദ്ര രാഷ്ട്രമായി മാറി ബംഗ്ലാദേശ്. ഇനി പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ അവസ്ഥ എന്താ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ആധുനിക കാലത്തുണ്ടായ ഏകരാഷ്ട്രമാണ് പാകിസ്ഥാൻ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതം അവർക്ക് ചോറ് കൊടുത്തോ, ചപ്പാത്തി കൊടുത്തോ? മതം അവർക്ക് എന്ത് കൊടുത്തു? ദാരിദ്ര്യമല്ലാതെ ഒന്നും കൊടുത്തില്ല. അതേസമയം ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി മാറിയ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സായുധ സാമ്പത്തിക ശക്തിയായി എന്നുള്ളതാണ്. ഇന്ന് അമേരിക്ക അടക്കമുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ ഭാരതത്തോടൊപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വങ്കദേശത്തെ ഒരിക്കൽ കൂടി അമേരിക്കയുടെ, ഇപ്പൊ നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ചില താല്പര്യങ്ങൾ ഈ ബംഗ്ലാദേശിലെ അസ്വസ്ഥതകൾക്ക് പിന്നിലുണ്ട്. അത് ചൈനയ്ക്കെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാന്റെ സഹായം അവർ തേടിയിരുന്നു. ഇത് ആകപ്പാടെ ഉണ്ടാക്കാൻ പോകുന്ന എന്താ വെച്ചാൽ ബംഗ്ലാദേശിനെ ഒന്നുകൂടെ തകർത്ത് കളയുക എന്നുള്ളതാണ്. ബംഗ്ലാദേശിന് ഭാരതത്തോട് ഏറ്റുമുട്ടാനുള്ള ത്രാണിയില്ല. ഇന്ന് ബംഗ്ലാദേശിനെ അക്ഷരാർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടിക്കാൻ കഴിയും. കാരണം 4049 കിലോമീറ്റർ, കൃത്യം പറഞ്ഞാൽ 4049 കിലോമീറ്റർ അതിർത്തി ബംഗ്ലാദേശിന് ഭാരതവുമായിട്ടുണ്ട്. അവർക്ക് സ്വതന്ത്രമായ ഒരു അതിർത്തി എന്ന് പറയാൻ കടൽ മാത്രമേ ഉള്ളൂ. ആ കടലില് നമുക്കറിയാം, ഭാരതത്തിന്റെ ഒരു സബ്മറൈൻ പോയി കിടന്നു കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിന് ചലിക്കാൻ പറ്റില്ല. ആ ബംഗ്ലാദേശ് ഭാരതത്തെ പോലെ വിശാല മനസ്സുള്ള ഒരു രാഷ്ട്രം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് ബംഗ്ലാദേശായിട്ട് നിന്നത്. 71-ൽ 1 ലക്ഷത്തിൽ പരം പട്ടാളക്കാരെ പാകിസ്ഥാന്റെ കീഴടക്കാൻ ലോക ചരിത്രത്തിലില്ല അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് അവരെ ഒന്നും വംശഹത്യക്ക് വിധേയമാക്കാതെ സ്വതന്ത്രമായി വിട്ടത് ഭാരതത്തിന്റെ ഒരു സൗമനസ്യമാണ്. അന്ന് വേണമെങ്കിൽ ബംഗ്ലാദേശിനെ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചേർക്കാമായിരുന്നു. നമ്മൾ ചെയ്തില്ല. മുജീബുർ റഹ്മാന്, ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാന് ഭരിക്കാൻ അവസരം കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ വർഗീയ ശക്തികൾ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. അപ്പോ ബംഗ്ലാദേശ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന മതമൗലികവാദികളുടെ പിടിയിലാണ്. അതിന്റെ പിന്നിൽ പാകിസ്ഥാന്റെ താല്പര്യങ്ങളുണ്ട്, ചൈനയുടെ താല്പര്യങ്ങൾ ഇപ്പോഴുണ്ട്, അമേരിക്കയുടെ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മാറിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വം മാറാൻ പോവുകയാണ്. അതോടുകൂടി ബംഗ്ലാദേശിന്റെ സ്ഥിതി കുറച്ചുകൂടെ ശോചനീയമാകാൻ പോവുകയാണ്. കാരണം ഇന്ന് പാകിസ്ഥാന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവിടെ നടത്തുന്ന ഈ പരിശ്രമങ്ങളൊന്നും അമേരിക്കയുടെ പിന്തുണ കിട്ടില്ല. ചൈനയുടെ സാന്നിധ്യത്തെ ഒരു കാരണവശാലും അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത് മൂത്തുപഴുത്ത ഒരു ഫലം പോലെ ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് വന്നുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അരവിന്ദന്റെ സ്വപ്നം ഇന്നിപ്പോ പാകിസ്ഥാൻ എന്താണ്? പാകിസ്ഥാനിൽ 3 രാഷ്ട്രങ്ങളായി തിരിയാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത്. പാക് ഓക്യുപൈഡ് കാശ്മീരിൽ കലാപം നടക്കുകയാണ്. പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം വേണമെന്ന്. സിന്ധ് അവർ കലാപം നടക്കുകയാണ്. ബലൂചികൾ കലാപം നടത്തുകയാണ്. എന്താ എല്ലാവരുടെയും താല്പര്യം? ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ കൂടെ പോകണ്ട. ജമ്മു കാശ്മീരിലെ POKയില് അവര് ഭാരതത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് കലാപം നടക്കുന്നത്. ബംഗ്ലാദേശിന് സമാനമായ സാഹചര്യമുണ്ട്. ബംഗ്ലാദേശിലെ ദേശീയവാദികളായ മുസ്ലിങ്ങൾ ഭാരതത്തോടൊപ്പം നിൽക്കണം എന്ന താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ അസ്വസ്ഥതകളെല്ലാം ഭാരതത്തിന്റെ ഭാവിക്ക് അനുഗുണമായി കലാശിക്കും. അരവിന്ദന്റെ സ്വപ്നം സാക്ഷാത്കൃതമാകുന്ന ഒരു കാലത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംവാദത്തിൽ അരവിന്ദ ദർശനത്തിൻ്റെ
വളരെ ആഴമേറിയ ചില വശങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ NR മധു നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന് നന്ദി, നമസ്കാരം. നന്ദി, നമസ്തേ.